നമ്മുടെ അമ്പലത്തിലെ വിശേഷങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പൂജകൾക്കുപരി പ്രശ്നമെടുപ്പും അതിൻ്റെ പരിഹാരങ്ങളും ഒക്കെ ഇവിടെ നടത്തി വരാറുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങൾക്കും അതിലുപരി രോഗങ്ങൾ മാറുന്നതിനും വേണ്ടിയിട്ടാണ് കൂടുതലും ആൾക്കാർ ഇവിടെ സമീപിക്കാറുള്ളത്. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ളവരിൽ അവർക്കുണ്ടായ അനുഭവങ്ങളും മാറ്റങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ വരാൻ തുടങ്ങിയത് 14 വർഷമായി. ഞാൻ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ ആങ്ങളയ്ക്ക് സുഖമില്ലാതാണ്. പിന്നെ വരുന്നതും എൻ്റെ ഭർത്താവിന് വയ്യായിരുന്നു. ഭർത്താവ് മരണപ്പെട്ടെങ്കിലും എൻ്റെ ഭർത്താവിനെ ആദ്യം എൻ്റെ അമ്മയെ രക്ഷപ്പെടുത്തി. എത്രയോ നാളുകൾ പിന്നെ ജീവിച്ചിരുന്നു. അതുപോലെ എൻ്റെ മോന് വയ്യായിരുന്നു. മോൻ മറിഞ്ഞ് വീണ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അതെല്ലാം എൻ്റെ അമ്മയുടെ കാര്യം. ഊണിലും ഉറക്കത്തിലും എല്ലാം ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുന്നു. അച്ഛനും അമ്മയും നീയാവെന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അമ്മ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെയുണ്ട്. ഊണിലും ഉറക്കത്തിലെല്ലാം ദുഃഖത്തിലും സുഖത്തിലും എല്ലാം അമ്മയെ വിളിക്കുന്ന ഏത് കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇനി ആവതുള്ള കാലം വരെ എൻ്റെ അമ്മയുടെ മുന്നിൽ ഞാൻ വരും. അമ്മേ നാരായണ. ഞാൻ വരുന്നു അന്ന് മുതൽ എൻ്റെ ദുഃഖങ്ങൾ മാറ്റി തന്നു. ഈ ബാധ്യതകളും കാര്യങ്ങളും ഉള്ള സമയത്തെല്ലാം എൻ്റെ അമ്മയുടെ മുമ്പിൽ തന്നെ മുട്ട് പ്രാർത്ഥിച്ചു. അതും എനിക്ക് ഇന്ന് വരെ ഒരു ദുഃഖങ്ങളും വരുത്താതെ എൻ്റെ അമ്മ എന്നെ ഓരോ ദിവസവും തള്ളി നീക്കുന്നുണ്ട്. അമ്മയുടെ മുന്നിൽ എന്ന് വന്നു അന്ന് മുതൽ എനിക്ക് ദുഃഖങ്ങൾ മാറ്റി ഓരോ ദിവസവും തരുന്നുണ്ട്. ഞാൻ അമ്മയോട് പറയുന്ന ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. മരിക്കും വരെയും വരാൻ പറ്റുന്ന കാലം വരെ എൻ്റെ അമ്മയുടെ മുമ്പിൽ എൻ്റെ സംഘങ്ങൾ പറയുകയും അതിനെനിക്കൊരു മറുവശം കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി നടക്കുന്നെങ്കിലും എൻ്റെ അമ്മയുടെ മുന്നിൽ വന്ന് ഞാൻ പറയുമ്പോൾ എനിക്കതിനൊരു ശാശ്വത പരിഹാരം കാണിച്ചു തരുന്നുണ്ട്. ഇത് ആദിപരാശക്തിയുടെ പൊങ്കാലയായിരുന്നു ഇന്ന്. ഞങ്ങൾ 4 വർഷം കൊണ്ട് ഇവിടെ അമ്മയുടെ പാദസേവ ചെയ്യാൻ വരുന്നുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്കുണ്ടാകുകയും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുകയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മ രക്ഷിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അമ്മയുടെ പാദസേവ തേടി ഞങ്ങൾ വരുന്നത്. അമ്മയുടെ എല്ലാ അനുഗ്രഹവും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകും. ആവശ്യത്തിനായിട്ടായിരുന്നു ഇവിടെ വന്നത്. അത് ആദ്യത്തെ വിധി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിച്ചു. പക്ഷേ ഇപ്പോഴവർ അപ്പീൽ പോയിരിക്കുക. അതിൻ്റെ വിധി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വന്നിട്ട് മാറ്റമുണ്ടോ? വന്നതിൽ മാറ്റമുണ്ട് ഒരുപാട്. ആദിപരാശക്തി അമ്മയുടെ അടുത്ത് ഞാനിപ്പോൾ 4-ാമത്തെ വർഷമാണ് വരുന്നത്. എനിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ ഇരുന്ന് തന്നെ നമ്മൾ അമ്മ എൻ്റെ അമ്മച്ചി എനിക്ക് വയ്യാന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഇവിടുന്ന് അമ്മ വിളിച്ച് എന്തോ കുഞ്ഞ് വാ ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, പഴയ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് അമ്മയുടെ കാരുണ്യം കൊണ്ട് ഒത്തിരി മാറ്റമുണ്ട്. അമ്മയെടുത്ത് വന്നു പോയി കഴിയുമ്പം തന്നെ ഒരു പുതിയ ഒരാളായിട്ടാണ് അമ്മയെടുത്ത് പോകുന്നത്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാത്തിനും പെറ്റമ്മയായിട്ടും പോറ്റമ്മയായിട്ടും കൂടെ എൻ്റെ അമ്മയുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതൊരിക്കലും ഞാൻ മരണകാലം വരെ അമ്മയെ കൈവിടാതെ അമ്മയുടെ പാദം ആശ്രയിച്ച് ജീവിക്കണം. പല അനുഭവങ്ങളുണ്ട്. എനിക്ക് ഇച്ചിരി കലിപ്പൊക്കെ ഉള്ള, ഭാഗതം വായിക്കുമെങ്കിലും എനിക്ക് ഇച്ചിരി കലിപ്പൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ അതെല്ലാം മാറി ഞാൻ വളരെ വളരെ നല്ല ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് തന്നെ ബോധ്യമുണ്ട്, എൻ്റെ അയലുകാർക്കും ബോധ്യമുണ്ട്, എൻ്റെ വീട്ടുകാർക്കും ബോധ്യമുണ്ട്. അങ്ങനെ ഞാൻ അമ്മയുടെ ആശ്രിതയായിട്ട് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ അമ്മ എൻ്റെ പെറ്റമ്മയെ പോലെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. എനിക്ക് എന്തൊരു കാര്യം വന്നാലും എൻ്റെ അമ്മയ്ക്ക് സഹായിച്ചു തരും. ഈ ദേവി അത് തന്നെ, ദേവിയെ പാദസേവ ചെയ്യുന്ന ഇവിടുത്തെ അമ്മ അങ്ങനെയാണ്. അങ്ങനെ ഈ അമ്മയുടെ പാദസേവ ചെയ്ത് ഇപ്പോഴും ഞാനെന്നാൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോകാത്തൊരു വ്യക്തിയാണ്. വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, എനിക്ക് പൊതുവേ ഒരു ചെറിയൊരു നാണവും ഭയമൊക്കെ ഉള്ള വ്യക്തി അതുകൊണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ അങ്ങനെയൊന്നുമില്ല. എനിക്കെല്ലാം വളരെ ഒരു ഈശ്വരൻ നിയോഗിച്ചതുപോലാണ് ഞാനിവിടെ വന്നെത്തിയത്. എല്ലാം അമ്മയുടെ കാരുണ്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭർത്താവിന് ഒരു ദിവസം ഇതുപോലെ വയ്യായിരുന്നു. പിന്നെ ജോലിക്ക് പോകുന്നതാണ്, BSNL ജോലിക്ക് പോകാനായിട്ട് ഒരു പുളിമുക്കിന് ചെന്നപ്പോഴത്തേക്ക് അമ്മ ഇവിടെ ഇരുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ വീണ് മോനിപ്പം മോനെ ഒരു കാര്യം പറയാം, മോളെ വിളിക്കും, മോള് വിഷമിക്കരുതെന്ന്. ഞാൻ പറഞ്ഞില്ല, എന്തോ അമ്മയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോനിപ്പം വിളിക്കുന്നുണ്ട്, മോള് വിഷമിക്കരുത്, അവനെ കൊണ്ട് വൈകിട്ട് ഇനി വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാം. ഞാൻ പറഞ്ഞ ഉടനെ തന്നെ എൻ്റെ ചക്കരയാണ് എന്നെ വിളിച്ച് വെച്ച് പറഞ്ഞ് റഷീദിനെ പോലെ ഒരു തേങ്ങ വീണെൻ്റെ ദേഹത്ത് തേങ്ങ വീണിട്ട് ചത്തുപോകേണ്ടതായിരുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഞാൻ എഴുന്നേറ്റ്. അന്നേരം അമ്മ പറഞ്ഞു മോള് വൈകിട്ട് അവനെയും കൊണ്ട് ഇവിടെ വരണമെന്ന്. ഞാൻ അങ്ങനെ ആളിനെയും കൊണ്ട് ഇവിടെ വന്ന് ഇതേപോലെ അതിനായിട്ടൊരു പ്രശ്നമില്ല. എൻ്റെ അമ്മ ആ അസുഖങ്ങളെല്ലാം മാറ്റി തന്നു. അതുപോലെ എനിക്ക് കാല് പൊട്ടി 6 മാസം ഞാൻ പെരക്കകത്ത് വെളിയിൽ ഇട്ടിറങ്ങാതെ ഞാൻ ഇരിക്കും. എൻ്റെ കാല് പൊട്ടി ആ കാലിൻ്റെ അസുഖം
പെട്ടെന്നാണ് മാറിയത്. എൻ്റെ അമ്മ എണ്ണയിട്ട് എൻ്റെ കാലിൻ്റെ അസുഖം മാറ്റി തന്നു. അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ വേദനയ്ക്കും എല്ലാം എനിക്ക് വ്യത്യാസമുണ്ട്. എൻ്റെ അമ്മ ഇതെല്ലാം എൻ്റെ കാലിൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെ അസുഖങ്ങളെല്ലാം കുറച്ച് തന്നു. ഞങ്ങൾക്ക് അമ്മയെ ഉള്ളൊരാശ്രയം. ഞങ്ങളുടെ പെറ്റമ്മയും പോറ്റമ്മയും എല്ലാം എൻ്റെ അമ്മയാണ്. ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൊരാശ്രയം. ഇവർക്കൊക്കെ പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക.